മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നമ്മുടെ കേരളത്തിൽ താമര വിരിഞ്ഞിരിക്കുന്നു. ഒന്നല്ല, രണ്ടല്ല, 3 താമര നമ്മുടെ കേരളത്തിൽ വിരിഞ്ഞിരിക്കുന്നു. എത്ര സുന്ദരമാണ് ഈ ഒരു വിജയം! 0-ൽ നിന്ന് 3-ലേക്ക്. മാത്രമല്ല, ഈ വിജയത്തിന് ഒരു ചരിത്ര പ്രാധാന്യമുണ്ട്. വലിയ രീതിയിൽ ഒരു ചരിത്ര പ്രാധാന്യമുള്ള ഒരു റിസൾട്ടാണ് ഇപ്പോ കേരളത്തിൽ പിറന്നിട്ടുള്ളത്. ഇത് എന്തെങ്കിലും പറയല്ല, ഇത് എത്രത്തോളം ചരിത്ര പ്രാധാന്യമാണ് എന്ന് അറിയണമെങ്കിൽ നമ്മൾ ഇന്നലകളിലെ ബംഗാളിലെ റിസൾട്ടിനെ ഒന്ന് പരിശോധിക്കണം. 2011 ബംഗാളിൽ BJPക്ക് ഉണ്ടായിരുന്ന സീറ്റ് എന്ന് പറയുന്നത് വട്ടാപൂജയായിരുന്നു. എന്നാൽ 2016 BJPക്ക് ബംഗാളിൽ വിജയിക്കാൻ സാധിച്ചത് ഇന്ന് കേരളത്തിൽ വിജയിച്ചതുപോലെ 3 സീറ്റ് മാത്രം. 2016 ബംഗാളിൽ വെറും 3 സീറ്റ് മാത്രമായിരുന്നു BJP ജയിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് 2021 77 സീറ്റിലേക്ക് എത്തുന്നു. ഔദ്യോഗിക പ്രതിപക്ഷ സ്ഥാനത്തേക്ക് ബംഗാളിൽ BJP എത്തുന്നു. ഏറ്റവും ഒടുവിൽ ഈ 2026 ഇലക്ഷനിൽ BJP ബംഗാളിൽ അധികാരത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഒരു ചരിത്രത്തിന്റെ ആവർത്തനമാണ് നമ്മുടെ കേരളത്തിൽ ഇപ്പോ നടന്നിട്ടുള്ളത്. കേരളത്തിൽ ഒരു പടയൊരുക്കം തന്നെയാണ് ഇപ്പോ നടന്നിട്ടുള്ളത്. BJP കേരളത്തിൽ അധികാരത്തിലേക്ക് എത്തുന്നതിന്റെ തുടക്കമാണ് സുന്ദരമായിട്ട് ഈ ഇലക്ഷൻ റിസൾട്ടില് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. 3 താമര വിരിഞ്ഞിരിക്കുന്നു. സകല ആളുകളും പറയൂ, ഇത് ബംഗാളല്ല, ഇത് കേരളമാണ് എന്നൊക്കെ ഒരുപാട് ആളുകള് തോന്നിയതുപോലെ വിളിച്ചു പറയൂ. കേരളത്തിൽ ബംഗാളിന്റെ ഒരു മിനി ഉദാഹരണമാണ് ചാത്തന്നൂരിൽ വിജയിച്ചിട്ടുള്ള BB ഗോപകുമാർ എന്ന് പറയുന്നത്. 2011 ഗോപകുമാർ അവിടെ BJP സ്ഥാനാർത്ഥിക്ക് 2011 നമ്മുടെ ചാത്തന്നൂരിൽ കിട്ടിയിട്ടുള്ള വോട്ട് എന്ന് പറയുന്നത് 3839 വോട്ട് മാത്ര. 2011 ഈ പറയുന്ന BJP സ്ഥാനാർത്ഥിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് 3839 വോട്ട് മാത്രം. പിന്നീട് 2016 BB ഗോപകുമാർ അവിടെ മത്സരിക്കുന്നു. അവിടെ വോട്ട് 33,199 വോട്ട് പിടിക്കുന്നു. BJP 2ാം സ്ഥാനത്തേക്ക് എത്തുന്നു. വീണ്ടും 2021 BB ഗോപകുമാർ തന്നെ മത്സരിക്കുന്നു. 40,000 കടന്ന് BJPക്ക് അവിടെ വോട്ട് കിട്ടുന്നു. ഏറ്റവും ഒടുവിൽ ഇത്തവണത്തെ ഇലക്ഷനിൽ BB ഗോപകുമാർ സുന്ദരമായിട്ട് വിജയിച്ചിരിക്കുന്നു. ചാത്തന്നൂരിൽ താമര വിരിഞ്ഞിരിക്കുന്നു. ഇത് ബംഗാളിന്റെ ഒരു മിനി ഉദാഹരണം നമ്മുടെ കേരളത്തിൽ കണ്ടു കഴിഞ്ഞോ? ഇവിടെ എന്തു സംഭവിക്കോ എന്നൊക്കെ ചോദിക്കുന്നില്ലേ? അവരോട് പറയാനുള്ള വ്യക്തമായിട്ടുള്ള ഉത്തര, ബംഗാളില് ആളെ കൊടി പിടിക്കാൻ പോലും ആളെ കിട്ടാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. എന്നാൽ കേരളത്തിൽ അങ്ങനെയല്ല. സംഘപരിവാർ സംഘടനകൾ ശക്തമായി വേരുറപ്പിച്ചിട്ടുള്ള മണ്ണ കേരളം എന്ന് പറയുന്നത്. ഒരു തർക്കത്തിൽ ആർക്കും വേണ്ട. ഒരു കാര്യം വളരെ വ്യക്തമാണ്. BJP കേന്ദ്ര സംവിധാനങ്ങൾ, അതായത് നരേന്ദ്രമോദി, അമിത്ഷാ, കേന്ദ്ര നേതൃത്വത്തിലെ പ്രധാനപ്പെട്ട സകല നേതാക്കന്മാരും ഇത്തവണ ബംഗാൾ പിടിക്കാൻ തന്നെയായിരുന്നു തുനിഞ്ഞിറങ്ങിയത്. നാഷണൽ മീഡിയാസിലൊക്കെ തന്നെ അത് വളരെ വ്യക്തമായിട്ട് കാണാനും സാധിച്ചിട്ടുണ്ട്. നരേന്ദ്രമോദി, അമിത്ഷാ വളരെ വ്യക്തമാണ് ഇത്തവണ ബംഗാൾ പിടിക്കാൻ തുനിഞ്ഞിറങ്ങിയെന്ന സകല മാധ്യമങ്ങളിൽ വാർത്ത ഉണ്ടായിരുന്നത്. ഇന്ന് സകല നാഷണൽ മീഡിയാസിൽ സകല രാഷ്ട്രീയ നിരീക്ഷകരും ഒരേപോലെ പറയുന്നു, കേരളത്തിൽ അവർക്ക് തുടക്കം ലഭിച്ചിരിക്കുന്നു. വളരെ വ്യക്തമാണ്. നരേന്ദ്രമോദി, അമിത്ഷാ, കേന്ദ്ര നേതൃത്വം ഇനി കേരളത്തിൽ BJP അധികാരത്തിലേക്ക് എത്തിക്കാൻ കൃത്യമായിട്ടൊരു പദ്ധതിയുമായിട്ട് ഇവിടെ പിടിക്കാൻ ഇറങ്ങുമെന്ന് സകല രാഷ്ട്രീയ നിരീക്ഷകരും, നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളിലെ ചില മാധ്യമ പ്രവർത്തകരെങ്കിലും ഇത് വിളിച്ചു പറയാൻ തുടങ്ങി. നാഷണൽ മീഡിയാസിൽ ഈ പറയുന്ന രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ ഒരേപോലെ പറയുന്നു, നരേന്ദ്രമോദിയും അമിത്ഷാ ഒക്കെ തന്നെ ഇനി കേരളത്തിൽ BJP അധികാരത്തിലേക്ക് എത്തിക്കാൻ പ്രത്യേക ശ്രദ്ധ കൊടുക്കുമെന്നൊക്കെയാണ് സകല രാഷ്ട്രീയ നിരീക്ഷകരും ഒരേപോലെ കേരളത്തിലെ ഈ റിസൾട്ടിനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ബംഗാളിൽ ഒന്നിനും ആളില്ലാതിരുന്ന ബംഗാളിൽ കൃത്യമായ പണിയെടുത്ത് കൃത്യമായി ജനങ്ങളിലേക്ക് വിവരമെത്തിച്ച് കൃത്യമായിട്ട് അവിടെ അധികാരത്തിലേക്ക് എത്തിയിരിക്കുന്നു. കേരളത്തിലും തുടക്കം കുറിച്ചിരിക്കുന്നു. താമര വിരിഞ്ഞിരിക്കുന്നു. രാജീവ് ചന്ദ്രശേഖറിന് മലയാളം അറിയുമോ, മുണ്ടുടുക്കാൻ അറിയുമോ,
മുണ്ടുടുക്കാനും അറിയാ, മലയാളം പറയാനും അറിയാ, ജനങ്ങൾക്കിടയിൽ ഇറങ്ങി നിൽക്കാനും അറിയാ, മുണ്ടും മടക്കി കുത്തി ജനങ്ങളുടെ ശബ്ദമാവാനും രാജീവ് ചന്ദ്രശേഖരന് സാധിക്കുമെന്ന് നേമത്തെ ജനത കൃത്യമായിട്ട് വിധി എഴുതിയിരിക്കുന്നു. അതേപോലെ തന്നെയല്ലേ വി മുരളീധരനും. ഇഞ്ചോടിഞ്ചു മത്സരം, ശക്തമായ മത്സരം. യഥാർത്ഥത്തിൽ UDF-നെയും LDF-നെയും ഒരുമിച്ച് പരാജയപ്പെടുത്തിയല്ലേ ഈ പറയുന്ന വി മുരളീധരൻ. അതായത് കേരളത്തിൽ BJP 3 സ്ഥാനാർത്ഥികളും ജയിച്ച് കയറിയിട്ടുള്ളത് UDF-നെയും LDF-നെയും ഒരുപോലെ മറികടന്ന അവർ കൂട്ടുകെട്ട് കച്ചവടം ഇവിടെ വലിയ രീതിയിൽ നടത്തിയിട്ടുണ്ട്. അതിനെയും മറികടന്ന് 3 സീറ്റിൽ BJP വിജയിച്ചു എന്ന് പറയുന്നത് ഒരു ചില്ലറ വിജയമല്ല. അതിലൊന്നും ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട. കേരളത്തിൽ BJP ചരിത്രത്തിൽ ആദ്യമായിട്ടാ ഇത്തരത്തിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കുന്നത്. അത് രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ. കൃത്യമായിട്ട് കേന്ദ്ര നേതൃത്വമാണ് രാജീവ് ചന്ദ്രശേഖരനെ കേരളത്തില് ദൗത്യമേൽപ്പിച്ചത്. അന്ന് UDF-ലും LDF-ലും ആളുകളൊക്കെ എന്തൊക്കെയായിരുന്നു ഇവിടെ. 0 രണ്ടാം സ്ഥാനത്ത് പോലും BJP എത്തില്ല എന്ന് പറയുന്നുണ്ട്. VD സതീശന്, രമേശ് ചെന്നിത്തല, അതേപോലെ തന്നെ ഈ ശശി തരൂര് പോലും ഇടക്ക് കയറിട്ടോ ഇവിടെ 0, ഇവിടെ ഒന്നും BJPക്ക് ആവില്ല എന്നൊക്കെ പറഞ്ഞ് മത്സരിച്ച് നടന്നിരുന്ന, നിരന്തരം മാധ്യമങ്ങളിൽ ഇറങ്ങി 0 എന്ന് പറയുന്ന ആളുകളൊക്കെ ഇപ്പോ എന്തു പറയുന്നു? സുന്ദർ ഈ 3നെ ചെറുതാക്കി കാണുന്ന ഒരു തരത്തിലൊക്കെ ആളുകളും ഇത് സുന്ദർ. BJP അറിയുന്നവർക്ക് BJP മറ്റു സംസ്ഥാനങ്ങളിൽ എങ്ങനെ അധികാരത്തിലേക്ക് പടിയായിട്ട് കയറി വരുന്നു എന്നൊക്കെ കൃത്യമായിട്ട് നിരീക്ഷിക്കുന്ന ഒരാള് പോലും കേരളത്തിലെ ഈ 3 സീറ്റിലെ വിജയം ചെറുതായിട്ട് കാണില്ല. ഇത് കേരളത്തിലെ കൃത്യമായ ഒരു തുടക്കം. കേരളത്തിൽ BJP അധികാരത്തിലേക്ക് എത്തുന്നതിന്റെ കൃത്യമായ ഒരു തുടക്കം ഇവിടെ വളരെ വ്യക്തമാണ്. ഇനി UDF ഭരിക്കുന്ന സമയത്ത് പ്രധാനപ്പെട്ട ജനങ്ങളുടെ ശബ്ദമായിട്ട് പ്രതിപക്ഷമായിട്ട് രംഗത്തുണ്ടാവുക ഈ 3 തലയെടുപ്പുള്ള നേതാക്കന്മാർ തന്നെയായിരിക്കും. വളരെ വ്യക്തമായിട്ട് ഈ പറയുന്ന ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഈ പറയുന്ന അവരുടെ കോട്ടകളിൽ പോലും അവർ തകർന്നടിഞ്ഞിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. സകല ആളുകളും തിരിച്ചറിഞ്ഞോളൂ, ജനങ്ങൾക്ക് വേണ്ടി ഇനി പ്രതിപക്ഷത്തിന്റെ ശബ്ദമാവാൻ പോകുന്നത് തലയെടുപ്പുള്ള 3 നേതാക്കന്മാരായിരിക്കും. ഇതൊക്കെ കൃത്യമായിട്ട് എങ്ങനെ ഇടപെടണം എന്നൊക്കെ കേന്ദ്ര നേതൃത്വം കൃത്യമായിട്ട് കാര്യങ്ങൾ നീക്കും. ഇവിടെ ഒരു തർക്കവും വേണ്ട കേട്ടോ. വളരെ വലിയ രീതിയിൽ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ തന്നെ, അതേപോലെ തന്നെ വെള്ളിയാഴ്ചയുള്ള സകല ആളുകളും ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട്, കേരളത്തിൽ BJP തുടക്കം കുറിച്ചു കഴിഞ്ഞു. ഇനി ഒരു 1.5 തുടക്കം തന്നെ കേരളത്തിൽ തുടങ്ങുകയും കേരളത്തിൽ BJP അധികാരത്തിലേക്ക് എത്തുകയും ഇനി അധിക കാലമൊന്നുമില്ല. BJP എന്തു നേടും? 0 എന്നൊക്കെ പറഞ്ഞവർ എന്ത് കേരളത്തിൽ നേടുമെന്നൊക്കെ ചോദിച്ചവരോട് വ്യക്തമായിട്ട് പറയുന്നു, ഇനി 3 സീറ്റ്. ഇവിടെ UDF-ഉം LDF ഒക്കെ ഒരേപോലെയായിരുന്നു. യഥാർത്ഥത്തിൽ LDF സ്വയം വീണുടഞ്ഞതാണ്. അതിലൊന്നും തർക്കമില്ലാത്ത വിഷയമാണ്. BJP-യെ പരാജയപ്പെടുത്താൻ എന്നൊക്കെ പറഞ്ഞ് സ്വയം വീണുടഞ്ഞ സീറ്റുകളൊക്കെ UDF പിടിച്ച് അട്ടം നോക്കി നിൽക്കുന്നതിന് സമമായി LDF-ന്റെ അവസ്ഥ. ഇനി യഥാർത്ഥ പ്രതിപക്ഷമാവാൻ പോകുന്നത് ഇതൊക്കെ പുറത്തു നിന്ന് ആര് വിവേകമുള്ളവർ നോക്കിക്കഴിഞ്ഞാലും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു യാഥാർത്ഥ്യ. BJP-യുടെ ഈ തിരഞ്ഞെടുപ്പ് റിസൾട്ട് എന്ന് പറയുന്നത് വളരെ വലിയൊരു വിജയമാണ് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട.